ഇടതുപക്ഷത്തിന്റെ ആര് നിന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ 125-130 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു വാർഡായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എത്രത്തോളം എന്നുള്ളത്. പക്ഷേ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു മാറ്റം വേണം. സ്ഥിരമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡിൽ ഒരു മാറ്റവുമില്ല, എന്നും അതേപോലെ തന്നെ. അപ്പോൾ BJP വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു, അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ഞാൻ മത്സരിച്ചപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം 125-130 വോട്ടിന് സ്ഥിരമായിട്ട് LDF ജയിക്കുന്നിടത്ത് 182 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയം തന്നെയായിട്ട് ഞാൻ കാണുന്നു. എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും അത് വളരെ വലിയ രീതിയിൽ തന്നെ കാണുന്നു എന്നാണ്. നമസ്കാരം. പരമ്പരാഗതമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ തിരുവഞ്ചിക്കുളം എന്ന് പറയുന്ന പ്രദേശം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതാണ്. ആ വാർഡ് LDF പരമ്പരാഗതമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ BJP വിജയിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ അന്ന് മത്സരിച്ച BJPയുടെ നിയോജക മണ്ഡലത്തിന്റെ കാര്യകർത്താവ് കൂടിയായിട്ടുള്ള സുനിൽ കുമാർ ഏട്ടനാണ് അന്ന് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അപ്പം അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ വാർഡ് വിഭജനം വന്ന സമയത്ത് അത് പൊളിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും സ്ഥിതി എന്താണ് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ വട്ടം LDFൽ നിന്ന് BJP പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സീറ്റ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാൻ മത്സരത്തിന് നിന്നു. നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം കുറെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. ഏകദേശം ഒരു 25-30 വർഷം മുന്നേ അവിടെ കോൺഗ്രസിന്റെ ആ വാർഡായിരുന്നു. പക്ഷെ പിന്നെ തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന്റെ ആര് നിന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ 125-130 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു വാർഡായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എത്രത്തോളം എന്നുള്ളത്. പക്ഷേ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു മാറ്റം വേണം. സ്ഥിരമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർഡിൽ ഒരു മാറ്റവുമില്ല, എന്നും അതേപോലെ തന്നെ. അപ്പോൾ BJP വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു, അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ഞാൻ മത്സരിച്ചപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം 125-130 വോട്ടിന് സ്ഥിരമായിട്ട് LDF ജയിക്കുന്നിടത്ത് 182 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയം തന്നെയായിട്ട് ഞാൻ കാണുന്നു. എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും അത് വളരെ വലിയ രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ആ വാർഡ് വിഭജനം വന്നിരിക്കുകയാണല്ലോ. ഈ എന്തായിരിക്കാം വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും ഇനി സ്ഥിതികളൊക്കെ മാറി മറിയുമോ? നമുക്കറിയാലോ, വാർഡ് വിഭജനത്തിന്റെ പ്രത്യേകത ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ അത് ഈ വാർഡ് തിരുവഞ്ചിക്കുളം വാർഡ് യാതൊരു കാരണവശാലും ഇനി BJPക്ക് കിട്ടരുത് എന്നുള്ള ലക്ഷ്യത്തിൽ അത് നേരെ നെടുകെ പിളർത്തിയിരിക്കുകയാണ്. 2 വാർഡായിട്ട് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ 2 വാർഡും BJP പിടിച്ചെടുക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോഴത്തെ ഒരു നിലവിലെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആരോട് ചോദിച്ചാലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ചരിത്രപരമായിട്ടൊരു വിജയം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്, BJP നഗരസഭ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു പ്രചാരണമുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വട്ടവും ഇതേ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ അധികാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത്തവണത്തെ ഒരു മൊത്തത്തിലുള്ള സ്ഥിതി എന്താണ്? മൊത്തത്തിൽ തന്നെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 10-48 വർഷത്തോളമായിട്ട് നഗരസഭ രൂപീകരിച്ച കാലഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷമാണ് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം, ഒരു വികസനവുമില്ല. സമസ്ത മേഖല എടുത്തു നോക്കിയാലും എല്ലായിടത്തും പരാജയം തന്നെ. ഈ പരാജയത്തിൽ പൊറുതുമുട്ടിയപ്പോൾ വികസന കാഴ്ചപ്പാടോടുകൂടി നരേന്ദ്രമോദി സർക്കാരിന്റെ ആ വികസന കാഴ്ചപ്പാട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എവിടെ നമ്മളിപ്പോൾ ഗൃഹസമ്പർക്കമായിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ പറയുന്ന ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാറ്റം വരണം, ഇത്തവണ BJP ഭരിക്കണം, BJP ഭരിക്കട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ, എന്നിട്ട് BJPയുടെ ഭരണം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് ഞങ്ങൾ അത് ഏറ്റെടുക്കും. അപ്പൊ ആ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചേട്ടന്റെ വാർഡിനോട് ചേർന്ന മറ്റൊരു വാർഡാണ് പാലിയന്തുരുത്ത് വാർഡ്. ഈ വാർഡിൽ വർഷങ്ങളായിട്ട് അവിടെ ഒരുപാട് ആളുകൾ ഈ പുഴയിൽ നിന്ന് വേലിയേറ്റത്തിൽ വരുന്ന ഉപ്പുവെള്ളം അത് 365 ദിവസവും ഈ ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വന്ന് അവർ നേരിട്ട് കണ്ട്, ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണ്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ്, അവർ നേരിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ നിവേദനമൊക്കെ കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഒരു നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാട് ഈ പറയുന്ന സാധാരണ ജനങ്ങളോട്, അവർ വോട്ട് ചെയ്യുന്ന ആളുകളോട് തന്നെ എടുക്കുന്നതിന്റെ ഒരു കാര്യം എന്തായിരിക്കും?
അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കാരണം പാലിയന്തുരുത്ത്, കക്കമാടന്തുരുത്ത് ഈ രണ്ട് വാർഡിലും സ്ഥായിയായിട്ട് ഇടതുപക്ഷം തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ മെമ്പർ തന്നെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷം തന്നെ. എന്തുകൊണ്ട് അവിടുത്തെ ഈ വെള്ളക്കെട്ട്, വേലിയേറ്റ സമയത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല? അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആ വേലിയേറ്റ സമയത്ത് വെള്ളം മുഴുവനും വീടുകളിലേക്ക് കയറുന്നതാണ്. വളരെ ഭീതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ താമസിക്കുന്നത് കേട്ടാ. കാരണം ഒരു വീട് പണിത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പുവെള്ളം കയറി ആ വീട് നശിക്കുന്നു. അത്യാവശ്യത്തിൽ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കാന്ന് വിചാരിച്ചാൽ ആ പച്ചക്കറികളൊക്കെ നശിക്കുന്നു. ഒരാഗ്രഹമാണ് ഒരു വാഹനം വാങ്ങിക്കണം എന്നുള്ളത്. ഒരു വാഹനം വാങ്ങിച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് തുരുമ്പെടുത്ത് പോകുന്നു. ഇത് വലിയൊരു അവസ്ഥയാണ്. ഇപ്പൊ നഗരസഭയുടെ വൈസ് ചെയർമാനാണ് കക്കാണന്തുരുത്തിലെ കൗൺസിലർ. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാലിയന്തുരുത്ത് വത്സല ടീച്ചർ, അവരാണ് അവിടുത്തെ കൗൺസിലർ. എന്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ സാധിക്കുന്നു? വളരെ വിഷമമാണ്. അതൊക്കെ മാറ്റേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ നീറുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇതില് ഇപ്പൊ ഒരു വലിയ പ്രതീക്ഷ BJP-യിലാണ് വെക്കുന്നത്. അപ്പോൾ അവർ നമ്മളോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി ആകെ പ്രതീക്ഷ BJP ആണ്, ഇനി BJP അവിടെ ജയിച്ചു വരണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വമ്പൻ മാറ്റം ഈ പറയുന്ന പ്രദേശങ്ങളിലായിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഇടതും വലതും മാറി മാറി ഭരിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കണം, ഞങ്ങൾക്ക് ഇനി ആകെയുള്ള രക്ഷ BJP മാത്രമാണ്. BJP വന്നാലേ ഇനി പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് ജനങ്ങൾ അതിന് തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് സംസ്ഥാന അധ്യക്ഷന് നിവേദനം കൊടുത്തിരിക്കുകയാണ്. കാരണം അവിടുത്തെ വേലിയേറ്റത്തിന് ഉപ്പുവെള്ളം കയറുന്നതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ നിവേദനം കൊടുത്തു. തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടി നഗരസഭ ഭരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ പ്രധാന അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വേലിയേറ്റത്തിന്റെ ഉപ്പുവെള്ളം കയറുന്നതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ചേട്ടൻ മത്സരിച്ച വാർഡിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി വിഭാഗം സംഘടിതമായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ഒരു ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിലവിലെ മുനിസിപ്പാലിറ്റി ഭരണത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായ സഹകരണം ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു? നിലവില് ശരിക്കും പറയാൻ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായിട്ടും തഴയുന്നു എന്നുള്ളതാണ്. ആനാപ്പുഴ ഉൾനാടൻ മത്സ്യഗ്രാമമാണ്. ആനാപ്പുഴ. 4 വാർഡുകൾ കൂടുന്നതാണ് ആനാപ്പുഴ ഉൾനാടൻ മത്സ്യഗ്രാമം. ആ ഗ്രാമത്തില് മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, അവരിന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി അവരിപ്പോ വാർക്കപ്പണിക്കും കൽപ്പണിക്കൊക്കെ പെയിന്റിങ്ങിനൊക്കെ പോകുന്നു. എന്തുകൊണ്ട്? പുഴയിൽ ഇല്ലെങ്കിൽ അതിനുള്ള മത്സ്യസമ്പത്ത് വളർത്താനുള്ള ഒരു സാഹചര്യം നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ? നഗരസഭ അതിനൊന്നും ചെയ്യുന്നില്ല. നഗരസഭ ഇപ്പൊ ആകെ ചെയ്യുന്നത് കൂട് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കൂട് കൃഷിക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിണ്. പക്ഷേ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവര് വഞ്ചിയും വലയുമായിട്ട് വൈകുന്നേരം പോയി പുഴയിൽ മീൻ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ പുഴയിൽ മത്സ്യമില്ല, അതിനുള്ള സംവിധാനം ചെയ്യുന്നില്ല. മത്സ്യസമ്പത്ത് വളർത്താനുള്ള ഒരു മാർഗവും നഗരസഭ ചെയ്യുന്നില്ല. അത് വലിയ പരാജയം തന്നെയാണ്. ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു. ഈ CI ജംഗ്ഷൻ അല്ലെങ്കിൽ CI റോഡുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ, ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഒരു പരിഹാരം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ജനങ്ങൾക്ക് കടന്നു പോകാനുള്ളൊരു വഴി ഇടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രതിഷേധമായിട്ട് ഒരു സമയത്ത് LDF വന്നിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരം BJP ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഭാഗങ്ങളിലൊക്കെ LDF നടത്തിയിരുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, അത് മുഴുവൻ പാഴായി എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റും? ഇടതുപക്ഷം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ലാത്ത പ്രചരണങ്ങളാണ്. കാരണം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം, ഇവിടുത്തെ MLA ഇടതുപക്ഷത്തിൻ്റെ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇന്ന പദ്ധതികൾ അടിപ്പാത വേണം എന്നുള്ള രീതിയിലുള്ള ഒരു നിവേദനം കൊടുക്കാൻ, ഇവിടുന്ന് ഒരു കടലാസ് കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് ഈ നഗരസഭക്ക് സാധിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഒരു MLAക്ക് സാധിച്ചിട്ടില്ല? MP-ക്ക് സാധിച്ചിട്ടില്ല? ഇതൊന്നും ചെയ്യാതെ ഇപ്പോ കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ നഗരസഭ ചെയ്യേണ്ടത് നഗരസഭ ചെയ്യണം, MLA ചെയ്യേണ്ട കടമ MLA ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി, അത് നമ്മുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ജില്ലാ അധ്യക്ഷൻ ശ്രീകുമാറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന് നിവേദനം കൊടുത്തു.
ആ നിവേദനം നിതിൻ ഗഡ്കരിക്ക് കൊടുത്തു. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ചർച്ചകൾ നടന്നു. അതിനുള്ള നടപടികളുമായി ഇന്നിപ്പോ അടിപ്പാത യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ വിഷയമായിരുന്നു. അതിന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ കൊടുങ്ങല്ലൂർ ചരിത്രപ്രധാനമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് തൊഴാനായിട്ടൊക്കെ ആ ഭാഗത്തുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇന്നിപ്പോൾ ഈ അടിപ്പാത വളരെ ഗുണം ചെയ്യുന്നു. ഈ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അതിന് ഏത് രീതിയിൽ ഇടതുവശവും വലതുവശവും പ്രചരണം നടത്തിയാലും യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. ആ സത്യം പുറത്തു വരും. ഇന്ന് BJP ആണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിപ്പാത വരാനുള്ള സാങ്ഷൻ ഓർഡറായി കഴിഞ്ഞു. അത് നടപ്പിലാവും തീർച്ചയായും.